മോളെ ആ അച്ഛാ കേറുവാ. എന്റെ ഇത്ര താമസിച്ചേ? ഇന്ന് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. എല്ലാം ഒതുക്കി വെക്കാതെ നമുക്ക് ഇട്ടെറിഞ്ഞിട്ടുണ്ട് പോരാൻ പറ്റുമോ? ആ മോൾ എന്തെടുക്കുമായിരുന്നു? ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിലെ വിശേഷങ്ങൾ? ഞാനിവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ സ്കൂളിൽ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ആ മോളുടെ മിത്രക്കുട്ടിയൊക്കെ എന്ത് പറയുന്നു? ആ അച്ഛാ, മിത്രയുടെ കാര്യം പറയുമ്പോഴേ ഞാൻ ഓർത്തെ ഇന്നൊരു സംഭവം ഉണ്ടായച്ചാ. എന്തുണ്ടായി? ഇന്ന് മിത്ര ക്ലാസ്സിൽ വരുമ്പോ അവളുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. പക്ഷെ അവൾ എന്നോട് പറഞ്ഞത് എന്തോ പൊള്ളലേറ്റ മുറിവാണെന്നാ. പക്ഷെ അത് കണ്ടിട്ടൊരു പൊള്ളലേറ്റ മുറിവായിട്ടൊന്നും തോന്നുന്നില്ല. എന്തോ ആയുധം കൊണ്ട് മുറിഞ്ഞത് പോലെ. പക്ഷെ അവൾ എന്തിനാ എന്നോട് കള്ളത്തരം പറയുന്നേ? പൊള്ളലേറ്റ മുറിവ് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ? അവൾ എന്തോ അത് മറച്ചു വെക്കുമായിരുന്നു. പക്ഷെ ഞാനത് കണ്ടുപിടിച്ചതാ. എന്നിട്ട് ഞാൻ മരുന്നിടാനായിട്ട് പറഞ്ഞിട്ടോ, മരുന്നിടാൻ പോലും ആ കുട്ടി സമ്മതിച്ചു. ഇപ്പൊ വീട്ടിൽ വെച്ചുണ്ടായ മുറിവാകുമ്പോ ആ കുട്ടിക്ക് മരുന്നെങ്കിലും ആ വീട്ടുകാരിട്ട് കൊടുക്കേണ്ടതല്ലേ? ഇതിലെന്തൊക്കെയോ ഉണ്ട്. അതൊരു സാധാരണ മുറിവായിട്ട് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. സാധാരണ മുറിവല്ലാതെ പിന്നെ എന്തുണ്ടാകാനാ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അവളെന്തിനാ മോളെ നിന്നോട് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെന്ന് നിന്നോട് പറഞ്ഞ പോരെ? അത് ശരിയാണല്ലോ. ആ കുട്ടി എന്തിനാ ചേച്ചിയോട് കള്ളത്തരം പറഞ്ഞത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും അവൾ ആരെയൊക്കെയോ ഭയക്കുന്നുണ്ട്. അതാരെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതെ ചേച്ചി, അത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. എന്നാലും മോള് എത്രയും വേഗം അത് കണ്ടുപിടിക്കണം. അത് ഇവളെങ്ങനെ കണ്ടുപിടിക്കാനാ? എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ദേ പോവുക. അച്ഛനും മക്കളും ഇരുന്ന് കണ്ടുപിടിക്കുക. ആ എങ്കിൽ നേരത്തെ പോയി കിടക്കാൻ നോക്ക്. രാവിലെ പോകേണ്ടതല്ലേ? ശരി അച്ഛാ.